ജനറൽ ആപ്റ്റിറ്റ്യൂഡിൽ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഐ ഹാവ് നോട്ട് ഡിസൈഡഡ് വാട്ട് വിൽ ഡൂ ദിസ് ഈവനിങ്. ഐ ഡേഷ് വിസിറ്റ് എ ഫ്രണ്ട്. സോ ഐ മൈറ്റ് വിസിറ്റ് എ ഫ്രണ്ടാണ് വരേണ്ടത്. സോ ആൻസർ ഇസ് ഐ മൈറ്റ്. ഐ വുഡ് വിസിറ്റ് എന്ന് പറയുന്നതിലും ഐ മൈറ്റ് വിസിറ്റ് എ ഫ്രണ്ട്. ഓക്കെ. ഇജക്റ്റ് ഇൻസേർട്ട് ആണെങ്കിൽ അഡ്വാൻസ് എന്തായിരിക്കും വരിക എന്നാണ്. ആൻസർ വരുന്നത് റിട്രീറ്റ് ആണ്. അതായത് ഇജക്റ്റ് ഇസ് റിലേറ്റഡ് ടു ഇൻസേർട്ട് ഇൻ എ സ്പെഷ്യൽ മാനർ ആസ് ദേ ആർ ഓപ്പോസിറ്റ് ഇൻ മീനിങ് ഫോർ ഈച്ച് അതർ. അതായത് സംഭവം പറയുമ്പോൾ രണ്ടാളും ഓപ്പോസിറ്റ് ആണെങ്കിലും ഏകദേശം റിലേറ്റഡ് ആണ്. ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ റിലേറ്റഡ് ആണ്. അതുപോലെ അഡ്വാൻസിൻ്റെ ഓപ്പോസിറ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് പറയും? റിട്രീറ്റ് എന്ന് പറയും. ഓക്കെ. ഇനി ഇൻ ദ ഗിവൺ ഫിഗർ PQRSTV is a regular hexagon with each side of length 5 cm. A circle is drawn with its center at V such that it passes through P. What is the area of the shaded region? So shaded region area ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻ വന്നിട്ടുള്ളത് 2π, 25π/3, 20π/3, 6πയും 7π. സോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓപ്ഷൻ എ എങ്ങനെയാണെന്ന് വെച്ചാൽ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾ n-2 × 180 ആണ് ചെയ്യുന്നത്. ഇനി ഈച്ച് ആംഗിൾ ഓഫ് റെഗുലർ ഹെക്സഗൺ ആണെങ്കിൽ n-2 × 180/n നമുക്ക് 120 എന്ന് കിട്ടും. ഓക്കെ. ഇനി നമ്മൾ ഏരിയ റിക്വയർഡ് ഏരിയ എന്ന് പറഞ്ഞാൽ π/360 θ/360 × πr² ആയിരിക്കും. തീറ്റ വന്നിട്ടുള്ളത് 120 ആണ് /360 × π × 5² ആയിരിക്കും. അതിൻ്റെ റേഡിയസ് 5 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? 25π/3 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ആൻസർ എത്രയാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ് 25π/3. അതായത് സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് n-2 × 180. ഈ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം n-2 × 180. അപ്പോൾ ഒരു ഈച്ച് ആംഗിൾ എത്ര ആയിരിക്കും എന്ന് വെച്ചാൽ /120 ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് n ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 1 2 3 4 5 6 ഉണ്ട്. അപ്പോൾ 6 - 2 4 × 180/4 ആയിരിക്കും 120. ഓക്കെ. ഇനി ഏരിയ റിക്വയർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാം θ/360 × πr². അപ്പോൾ 120/360 × π × ഏരിയ ലെങ്ത്ത് തന്നിട്ടുണ്ട് 5 ആണ്. അപ്പോൾ നമുക്ക് 5² എഴുതാം. കാരണം ഈ P-V എന്ന് പറയുന്നത് റേഡിയസ് ആണ്. ആ റേഡിയസ് തന്നെയാണ് ഒരു സൈഡിൻ്റെ ലെങ്ത്തും വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 5² എഴുതാം. അപ്പോൾ ആൻസർ 25π/3. ഓക്കെ. അടുത്തത് എ ഡക്ക് നെയ്മഡ് ഡൊണാൾഡ് ഡക്ക് സേസ് ഓൾ ഡക്ക് ഓൾവേസ് ലൈ based only on the information above. Which one of the following statement can be logically inferred with certainty? Donald Duck always lies. Donald Duck always tells the truth. Donald Duck's statement is true. Donald Duck's statement is false. So a duck named Donald Duck says all ducks always lies. So here a duck named Donald Duck says all ducks always lie. According to the information, Donald Duck's statement is false. Hence option D. അതായത് ഡൊണാൾഡ് ഡക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഫാൾസ്. എപ്പോഴും ഡക്ക് പറയുന്നത് കള്ളങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ഡക്ക് എന്താ പറഞ്ഞത്? എല്ലാ ഡക്കും കള്ളങ്ങളെ പറയുള്ളൂ. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റല്ലേ? അപ്പോൾ അതാണ് റൈറ്റ് ആൻസർ. ഓക്കെ.